നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിനെതിരെ ടെലിഗ്രാം കോടതിയിൽ കേന്ദ്ര നടപടിക്കെതിരെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി വിനിത വിജയൻ. വിനിത, ഇന്നലെ മുതൽ ഓൾമോസ്റ്റ് ബന്ദാണ്, ഏതാണ്ട് ബാൻഡ് അവസ്ഥ ടെലിഗ്രാമിനുണ്ട്. അപ്പോൾ ഒരു തട്ടിപ്പിനെ ഭയന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പൂർണ്ണമായി നിരോധിച്ചു എന്നുള്ളതാണോ ടെലിഗ്രാം ചൂണ്ടിക്കാണിക്കുന്നത്? എപ്പോഴാണ് കോടതി പരിഗണിക്കുക? വിനിത. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് ഈ നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിയന്ത്രണമാണെന്ന് പറയുമ്പോഴും ഇന്നലെ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ടെലിഗ്രാമിന്റെ ആപ്പ് തന്നെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നൊരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആപ്പിളിനും പിന്നാലെ കേന്ദ്ര സർക്കാർ സമാനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പുകളും ഈ വ്യാജ സന്ദേശങ്ങളും ഒക്കെ തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ വിശദീകരിച്ചിരുന്നത്. പക്ഷേ സർക്കാരിന്റെ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ടെലിഗ്രാം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാർ നടപടിയെ അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ ടെലിഗ്രാം സിഇഒ പവൽ ഡൂറോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് 150ഓളം ദശലക്ഷം ഉപഭോക്താക്കളാണ് രാജ്യത്ത് ഈ ടെലിഗ്രാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെയല്ല, പകരം ഇത് ഉപയോഗിക്കുന്ന സാധാരണക്കാരെയാണ് ബാധിക്കുന്നത്. അവർക്ക് നൽകുന്ന ഒരു വലിയ ശിക്ഷ എന്ന തരത്തിൽ തന്നെയാണ് സർക്കാരിന്റെ ഈ നടപടി എന്നാണ് സിഇഒ അടക്കം വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഈ ആപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ വാട്സപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് ആപ്പുകൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു നടപടി എന്ന തരത്തിലുള്ള ചില പരാമർശവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇന്നലെ ഇത്തരത്തിലേക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ സിഇഒ വിമർശിക്കുകയും അതിനെതിരെ അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയ നടപടിയെയാണ് ടെലിഗ്രാം ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.